ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? നമുക്കിന്നൊരു അടിപൊളി ചെമ്മീൻ പുട്ടുണ്ടാക്കുന്നൊരു വീഡിയോ കണ്ടാലോ? അതിനായിട്ട് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഇതൊരു 1/2 കിലോത്തോളമൊക്കെ ചെമ്മീൻ ഉണ്ടാവും. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഇതിൽ ഒരു ഞരമ്പൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. വലിയ ചെമ്മീനായതുകൊണ്ടാണ് ആ ഞരമ്പ് വലിച്ച് കളയേണ്ടത്. ചെറിയ ചെമ്മീനാണ് അത്ര കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഇവിടെ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചു, ഒന്ന് സ്റ്റൗ ഓൺ ചെയ്തു. ഇതിലേക്ക് ഒരു 2 പച്ചമുളകും ഇത്തിരി വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. നല്ല ചെമ്മീനൊന്ന് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതതിലേക്ക് ചതച്ചെടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന സവാളയും ഇഞ്ചിയൊക്കെയാണ് കേട്ടോ. ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കണം. വേറൊരു പാൻ ഇപ്പുറത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഈ ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിവിടെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വലിയ ചെമ്മീനായതുകൊണ്ട് ഇഷ്ടമാവില്ല, ഉപ്പ് പിടിക്കില്ല എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇതൊന്ന് ഇതിലേക്ക് ഫുള്ളും എടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. എല്ലാം ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതെല്ലാം വറുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ സവാളയിലേക്ക് ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തേക്കണം. നേരത്തെ ഉപ്പ് നോക്കിയിട്ട്. നേരത്തെ നമ്മൾ ചെമ്മീനിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് ഇതിലേക്ക് എന്നിട്ട് അല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചെമ്മീൻ വറ്റിച്ച വെള്ളമില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതൊഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെമ്മീന് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമില്ലേ, ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് നല്ല കുറുകി വരുന്നൊരു ഭാഗമാകുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി ആ പുട്ടുണ്ടാക്കുന്ന ഒരു ഇതില്ലേ, അതിലേക്ക് കുറച്ച് ചെമ്മീൻ അത് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഇട്ടപ്പോൾ ആദ്യം കാണിച്ചപ്പോൾ ഇങ്ങനെ ആയതാണ്. അത് നമുക്ക് ഒത്തിരി തേങ്ങ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ണടഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആവി കയറാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ചെമ്മീൻ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ചെമ്മീൻ കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പുട്ടുപൊടി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. ഒരു ഏകദേശം ഒരു പകുതിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ ഗ്രേവിയും കുറച്ച് ചെമ്മീനും കൂടി പിന്നെയും ഇട്ട് കൊടുക്കണം. അതിലേക്ക് വീണ്ടും കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. വീണ്ടും ചെമ്മീനും കുറച്ച് ഗ്രേവിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് അടച്ചിട്ട് പുട്ടുകുടം വെച്ചിട്ടുണ്ട്. പുട്ടുകുടം ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ആവി വരുന്നുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കുക. നല്ല അടിപൊളി ആവി വന്നു കഴിയുമ്പോൾ എടുക്കാം കേട്ടോ. നല്ല അടിപൊളി
ചെമ്മീൻ പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ